ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ നൽകി വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമ്മെ നിരന്തരം ക്ഷണിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാപപങ്കിലമാമിൻ ഹൃദയം നൽകിടാൻ നാഥ, ഏറ്റെടുക്കണമേ, നിർമ്മലമാക്കണമേ. പാപപങ്കിലമാമിൻ ഹൃദയം നൽകിടാൻ നാഥ, ഏറ്റെടുക്കണമേ, നിർമ്മലമാക്കണമേ. കൂരിരുൾ തിങ്ങുമെൻ ഉള്ളു കാണണമേ, നന്മത്തൻ പ്രകാശമെന്നും നീ നിറയ്ക്കണമേ. കൂരിരുൾ തിങ്ങുമെൻ ഉള്ളു കാണണമേ, നന്മത്തൻ പ്രകാശമെന്നും നീ നിറയ്ക്കണമേ. നാഥാ, സ്വീകരിക്കൂ എൻ ഹൃദയ കാഴ്ചകളെ, നാഥാ, ഏറ്റെടുക്കൂ എൻ ഹൃദയമൊമ്പരങ്ങൾ. സങ്കീർത്തനം 51:7. Psalm 51 verse 7. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. നമ്മുടെ പാപാവസ്ഥകളെ തിരുമുമ്പാകെ ഓർത്തെടുത്ത് ഈ ദിവസം ആരംഭിക്കാം. നമുക്ക് വേണ്ടതും നമ്മൾ കടന്നു പോകുന്ന ഞെരുക്കങ്ങളും മാത്രം പ്രാർത്ഥനയുടെ വിഷയമായാൽ പോരാ. പാപത്തിൽ നിന്ന് ഒരു വിമോചനം എപ്പോഴും ആഗ്രഹിക്കണം. ശരിയാണ്, നമ്മളൊക്കെ ബലഹീനരാണ്, പാപച്ചായ്വുകളുണ്ട്, പാപത്തിലേക്ക് വീണു പോകുന്നുമുണ്ട്. അപ്പോഴും ആഗ്രഹിക്കണം വിശുദ്ധി. കർത്താവേ, തിരുരക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണേ എന്ന് നിരന്തരം പ്രാർത്ഥന ഉയരണം. ഹിസോപ്പ് കൊണ്ട് എന്നെ തളിക്കണമേ. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ രക്തം ഹിസോപ്പ് തണ്ടിൽ മുക്കി കട്ടളമേൽ തളിച്ചാൽ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. അന്ന് കുഞ്ഞാടിൻ്റെ രക്തം ഹിസോപ്പിൻ്റെ തണ്ടിൽ മുക്കി തളിച്ചപ്പോൾ അത് രക്ഷയ്ക്ക്, വിമോചനത്തിന് കാരണമായെങ്കിൽ യഥാർത്ഥ ബലി കുഞ്ഞാട് കാൽവരിയിൽ ബലിയായി മാറുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലെ കണക്ഷൻ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. കാൽവരിയിലും ഹിസോപ്പിന്റെ തണ്ടുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ടു. എങ്ങനെ? കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പടയാളികൾ ഹിസോപ്പ് തണ്ടിൽ പഞ്ഞി ചുറ്റി വിനാഗിരിയിൽ മുക്കി അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. അവന്റെ ചുണ്ടിലെ ചോര, അവന്റെ ദേഹത്തെ പൊതിയുന്ന ചോര അങ്ങനെ ഹിസോപ്പിന്റെ തണ്ടിൽ പറ്റി. ഹിസോപ്പ് കൊണ്ട് എന്നെ തളിക്കണമേ, എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. കർത്താവേ, എൻ്റെ പാപപരിഹാരത്തിനായി നീ ഒഴുക്കിയിറക്കിയ തിരുച്ചോര കൊണ്ട് എൻ്റെ പാപക്കറകളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ കർത്താവിലേക്ക് നോട്ടം തിരിയട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കും ചേർന്ന് നിൽക്കാം. പാപത്തിൽ നിന്ന് ഒരു വിടുതൽ, ഒരു പാപമെങ്കിൽ ഒരു പാപം നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഇന്നും നമ്മൾ ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നൊരു പാപത്തിൽ നിന്ന് മാറി നടക്കാനുള്ള ആഹ്വാനമാണ് ഈ ചിന്തയെങ്കിലോ നമുക്കൊരുമിച്ച് തിരുമുമ്പാകെ പ്രാർത്ഥിക്കാം. പാപവഴിയെ അകന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് ഈശോയുടെ മുമ്പാകെ പ്രാർത്ഥനകൾ ഉയർത്താം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ.
ഹിസോപ്പ് കൊണ്ട് ഞങ്ങളെ പൗത്രീകരിക്കണമേ. പാപക്കറ പുരണ്ടുപോയ ഞങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകി നീ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവരാക്കി മാറ്റണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.